CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടി നൽകിയ പദവികളും സൗകര്യങ്ങളും അനുഭവിച്ച് പിന്നീട് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം BA ഗോകുൽദാസ്. കാഞ്ഞിരപ്പുഴയിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ ഭാരതപ്പുഴയിലെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മണൽത്തിട്ടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ട്രയാങ്കിൾ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ KK നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പാർട്ടി നൽകിയ പദവികളും സൗകര്യങ്ങളും അനുഭവിച്ച് പിന്നീട് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം BA ഗോകുൽദാസ്. കാഞ്ഞിരപ്പുഴയിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ 140 കോടി ആളുകളെയും ഉൾക്കൊള്ളുന്നതാണോ ആ രാഷ്ട്രീയ ആശയം സാധിതപ്രായമാക്കാനാണ് ഞങ്ങൾ പോരാടുക. അല്ലാണ്ട് ഇന്ന ചെയർമാൻ ആക്കിയില്ല, എന്നെ MLA ആക്കിയില്ല, ഇന്ന നടപടി എടുത്തു, ഇന്ന നുള്ളി, ഇന്ന മാന്തി, ഇന്ന പിച്ചി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി മാറി അവന്റെ ആസനത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറില്ല. നോക്കൂ, ഞാൻ ഗോകുൽദാസ് എങ്ങനെയാ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് പ്രസംഗിക്കണേ? എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? CPIM എന്ന പ്രസ്ഥാനം തന്ന ഒരു അംഗീകാരമാണോ ഈ നാട്ടിലെ ജനങ്ങൾ തന്ന അംഗീകാരം? ജില്ലാ കമ്മിറ്റി അംഗം എല്ലാരും അങ്ങനെയാണ്. പിണറായി വിജയൻ അങ്ങനെയാണ്, MA ബേബി അങ്ങനെയാണ്. വ്യക്തിപരമായ ഒരു സവിശേഷതയില്ല. CPIM എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളുടെ സമരായുധാണ്, പാവപ്പെട്ട മനുഷ്യന്റെ സമരായുധാണ്. നിസാർ സെക്രട്ടറിയായ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ കർഷകരുടെ സമരായുധാണ്. അതിന്റെ കാര്യസ്ഥന്മാര് കൂലിക്കാരാണ് ലോക്കൽ കമ്മിറ്റി. നാട്ടുകാരുടെ കൂലിക്കാരാണ് ഏരിയ കമ്മിറ്റി. നാട്ടുകാരുടെ സേവകരും കൂലിക്കാരുമാണ് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി. ഇതൊക്കെ അതാണ് സാധാരണ മനുഷ്യന്റെ. പക്ഷേ ആ മഹാപ്രസ്ഥാനം നമ്മളെ വളർത്തും, വാനോളം വളർത്തും. വന്നിറങ്ങുമ്പോ സഖാവേന്ന് വിളിക്കും, ചായ വാങ്ങിത്തരും, പ്രസംഗിക്കാൻ വേദിയൊരുക്കും, ഡയസ് തരും, സ്വാഗതം പറയും. ഇവിടെ പറഞ്ഞല്ലോ നന്നായി പ്രസംഗിക്കും. ഒരുപാട് ആള് നന്നായി പ്രസംഗിക്കണവരുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചു തരണതാണ്, ഇടതുപക്ഷം അനുവദിച്ചു തരുന്നതാണ്. ആ ഇടതുപക്ഷം ഒരമ്മ കുഞ്ഞിനെ നോക്കണ പോലെ കേട്ടോ സഖാക്കളെ നോക്കുക. ഒരമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞിന്റെ ബീജം വരുമ്പോ അമ്മക്കറിയാം 3 മാസം കഴിയുമ്പോ അതിന് ചലനം വെക്കും, കൈകാലളകും. അന്നോട്ട് അമ്മ സ്വപ്നത്തിലാണ് എന്റെ കുഞ്ഞെങ്ങനെയാണ്, കറുത്തതാണോ, വെളുത്തതാണോ, ചുവന്നതാണോ, ചുരുണ്ട മുടിയാണോ, കണ്ണും കാതും എല്ലാം ഉണ്ടാവണേ, മൂക്കുണ്ടാവണേ, ലക്ഷണമൊത്തതാവണേ, ആൺകുട്ടിയാവണേ, പെൺകുട്ടിയാവണേ, നേർച്ചയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ഒരു കൊല്ലം. അവസാനം പ്രായമാവുമ്പോ, പക്വമാവുമ്പോ, ശരീരം വളർന്ന കുട്ടി പുറത്തു വരുമ്പോ ജീവൻ പോകുന്ന വേദനയിലും കുട്ടിയുടെ കരച്ചിൽ കേട്ടുമ്പോ അമ്മ ചിരിക്കും. കുട്ടി കരയും, ജീവൻ പോകുമ്പോ അമ്മ ചിരിക്കും. മകന്റെ കരച്ചിൽ, മകളുടെ കരച്ചിൽ കേട്ടാൽ പിന്നെ അതിനെ കൊഞ്ചിച്ച് ലാളിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയെടുക്കും. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കാഡർമാരെ വളർത്തിയെടുക്കുക. നാട്ടിൽ ആരുമല്ലാതെ നടന്നിരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുമ്പോ ആ പാർട്ടിയുടെ നേതാക്കളായി, ജനകീയ അംഗീകാരമുള്ള ആളുകളായി, അവർക്ക് പദവികൾ കൊടുത്ത് അംഗീകാരം കൊടുത്ത് വളർന്നു വരും. രാഷ്ട്രീയം പഠിപ്പിക്കും, ചരിത്രം പഠിപ്പിക്കും, പ്രത്യയശാസ്ത്രം പഠിപ്പിക്കും, സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കും, സംഘടനാ തത്വങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ എന്തിനു വേണ്ടി സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചു പൊരുതി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളെ വളർത്തുക. അങ്ങനെ 50 കൊല്ലക്കാലം നിങ്ങൾക്ക് മുലപ്പാല് തന്ന്, നിങ്ങൾക്ക് ചോറൂട്ടി, നിങ്ങളുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോ ചുറ്റും നിന്ന്, നിങ്ങൾ വരുമ്പോ മുദ്രാവാക്യം വിളിച്ച്, നിങ്ങൾ വരുമ്പോ ഇൻകുലാബ് വിളിച്ച്, നിങ്ങൾ വരുമ്പോ നല്ല ചായ കൊടുത്ത്, ശകാവിലിരിക്കാൻ ഇരിപ്പിടം കൊടുത്ത് നിങ്ങളെ പരിചരിച്ച ആളുകളെയാണ് 50 കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസം ഇറങ്ങിപ്പോയി നിങ്ങൾ കാർക്കിച്ചു തുപ്പുന്നത്. അതിനുള്ള അന്തസ്സേ നിങ്ങൾക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ എന്റെ ഓണം എന്റെ സ്കൂളിൽ എന്റെ മാതാപിതാക്കൾക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച
ഓണാഘോഷം പങ്കാളിത്ത മികവ് കൊണ്ട് ശ്രദ്ധേയമായി. ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ ഓണസദ്യയും സംഘടിപ്പിച്ചു. പൂക്കളവും മാവേലിയും വിവിധ കലാവിരുന്നുകളും കൊണ്ട് വർണ്ണാഭമായ പരിപാടികളാണ് ഇത്തവണ സ്കൂളിൽ ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ ഓണസദ്യയും സംഘടിപ്പിച്ചു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാതായിക്കര AUP സ്കൂളിലെ ഈ ഓണവും അതിവിപുലമായി തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എൻ്റെ ഓണം എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം എന്നതായിരുന്നു നമ്മുടെ ക്യാപ്ഷൻ. അതേ ക്യാപ്ഷൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷവും ഓണം അതിഗംഭീരമായി ആഘോഷിക്കുന്നത്. സാധാരണയായി മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾക്ക് മാത്രമല്ല ഈ നാടിന് മൊത്തം ഈ ഓണസദ്യയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 3500-ൽ പരം ആളുകൾക്കുള്ള ഓണസദ്യ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ എല്ലാവിധത്തിലുള്ള ഓണാശംസകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. ഏകദേശം 3500ഓളം പേർക്കാണ് സ്കൂളിൽ മെഗാ ഓണസദ്യ ഒരുക്കിയത്. അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്നാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു കേരളത്തിൻ്റെയും ദേശീയ ഉത്സവമാണ്. അതിലുപരി എല്ലാ മതങ്ങളും പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പര്യായമാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും അടങ്ങുന്ന ഒരു വിപുലമായ ഒരു ജനസമുച്ചയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. പാതാക്കരയുടെ ഉത്സവമാണ്, പാതാക്കര AUP സ്കൂളിൻ്റെ ഉത്സവമാണ്. ജനങ്ങൾക്കെല്ലാം ആവേശമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കുമെന്ന ഉറപ്പ് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പാതാക്കര AUP സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. CCN പെരിന്തൽമണ്ണ. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്തപ്പോൾ ഇത്തവണത്തെ ഓണാഘോഷം നാടിനാകെ മാതൃകയാവുന്ന കൂട്ടായ്മയുടെ വേദിയായി മാറി. ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണാഭമായ മെഗാ പൂക്കളവും പരമ്പരാഗത കേരളീയ വിഭവങ്ങളാൽ സമൃദ്ധമായ ഓണസദ്യയുമായിരുന്നു. തമ്പോലത്തിന്റെ ആവേശകരമായ മേളപ്പെരുക്കോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. നടന്ന വടംവലി, ഉറിയടി, ബലൂൺ ഹണ്ട്, ബിസ്ക്കറ്റ് ബൈറ്റ് തുടങ്ങിയ മത്സരങ്ങൾ ക്യാമ്പസിൽ ആവേശം വാനോളമുയർത്തി. വിദ്യാർത്ഥികളിൽ സാഹോദര്യവും പരസ്പര കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു PTM HSSലെ ഈ പ്രണാമപൂർവമായ ഓണാഘോഷം. CCN ഒറ്റപ്പാലം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DYFI സിന്ദാബാദ്, DYFI സിന്ദാബാദ്, DYFI സിന്ദാബാദ്, പ്രതിഷേധം 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 DYFI പ്രതിഷേധം DYFI പ്രതിഷേധം DYFI
പ്രതിഷേധം പാലക്കാടൻ റെയിൽവേയെ പാലക്കാടൻ റെയിൽവേയെ പാലക്കാടൻ റെയിൽവേയെ പാലക്കാടൻ റെയിൽവേയെ വെട്ടിമുറിക്കാൻ നോക്കുന്ന വെട്ടിമുറിക്കാൻ നോക്കുന്ന വെട്ടിമുറിക്കാൻ നോക്കുന്ന വെട്ടിമുറിക്കാൻ നോക്കുന്ന അധികാരികൾക്കെതിരെ സമരം ചെയ്ത അധികാരികൾക്കെതിരെ സമരം ചെയ്ത ഡിവൈഎഫ്ഐ സഖാക്കളെ ജനകീയ ആവശ്യങ്ങൾക്കായുള്ള പോരാട്ടങ്ങളെ പോലീസ് നടപടികൾ കൊണ്ട് അടിച്ചമർത്താമെന്ന് കരുതരുതെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷഹീർ അലി ഉദ്ഘാടനം ചെയ്തു. കേവലം പ്ലാറ്റ്ഫോമിലേക്ക് പോലും കയറുമ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറുന്ന ഒരു സ്വഭാവമുള്ള ഒരു കേരളത്തിലെ ഒരു റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ. ആ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ആർക്കു വേണ്ടി? കർണാടകയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക ലോബിയെ തൃപ്തിപ്പെടുത്താനും കർണാടകയിൽ അവരവരുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടി മംഗളൂരു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് പാലക്കാട് ഡിവിഷന്റെ കൊമ്പും ചില്ലയും അരിഞ്ഞെടുക്കുകയാണ്. മുമ്പ് പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ചുകൊണ്ട് സേലം ഉണ്ടാക്കിയതുപോലെ ഇന്ന് പാലക്കാട് ഡിവിഷനെ വീണ്ടും വെട്ടിമുറിക്കുകയാണ്. കേരളത്തോട് പൊതുവെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട നികുതി വിഹിതം തടഞ്ഞുവെച്ച്, കേരളത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ തടഞ്ഞുവെച്ച് കേരളത്തെ ഞെക്കിക്കൊല്ലുന്ന ഒരു പ്രവണതയാണ് നരേന്ദ്രമോദി സർക്കാർ തുടക്കം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമം. എങ്ങനെയാണ് ഇത് ഇല്ലാതാക്കുന്നത്? പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വരുമാനം വരുന്ന ഭാഗങ്ങളെയെല്ലാം വെട്ടിമുറിച്ചാൽ നാളെ പാലക്കാട് റെയിൽവേ ഡിവിഷന് വരുമാനമില്ല, അത് ലാഭകരമല്ല. അതുകൊണ്ട് ഇനി ഡിവിഷൻ തന്നെ വേണ്ട എന്ന് കേന്ദ്ര സർക്കാരിന് വളരെ എളുപ്പം തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ചില തീരുമാനങ്ങൾ അവരെടുത്തു പോവുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുമ്പോ ഇവിടെ പ്രതിഷേധിക്കാൻ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. നികുതി ഉൾപ്പെടെയുള്ള വിഹിതം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ കേരളത്തിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള തുറന്ന പോരാട്ടം നടത്തിയ ഒരു സർക്കാർ കഴിഞ്ഞ 10 കൊല്ലക്കാലം അധികാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഈ റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാമായെന്ന് മിണ്ടാൻ കഴിയുന്നില്ല. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി മേഖലാ ബ്ലോക്ക് തല നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മലപ്പുറം ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ ഭാരതപ്പുഴയിലെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മണൽത്തിട്ടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ട്രയാങ്കിൾ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ KK നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലിയൊരു ജില്ലയാണ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മലപ്പുറം ജില്ല. കാരണം അതല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ മണലെടുക്കാത്ത ഒരു മണൽ വിഷയം പറഞ്ഞു. ഒരുപാട് ഞങ്ങൾ വെള്ളപ്പൊക്കം നിരന്തര ഭീഷണി ഉള്ള നേരിടുന്ന ഒരു പ്രദേശമാണ് പുറത്തൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളം സ്റ്റോർ ചെയ്യേണ്ട ഈ ഭാരതപ്പുഴയിൽ മണലിൽ നിർമ്മിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആകെ കാര്യം ഒരു കപ്പൽച്ചാലിന്റെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് മണല് കുറ്റിപ്പുറത്ത് എത്രയും കൊണ്ടുപോയി, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ആ പ്രദേശത്തെ വിഭവത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ നടന്നുകൊണ്ടിരിക്കില്ല. ആ പ്രദേശത്തെ വികസനത്തിന് പിന്നോട്ടടിക്കുന്നതിൽ പോലും ഈ മണലെടുപ്പ് നിന്നുകൂടി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്ക ഭീഷണി അതൊരു പൊതുവിഷയമായി കണ്ടിട്ട് ട്രയാങ്കിൾ പോലെ സംഘടന കൊണ്ടുവരേണ്ടതുണ്ട്. ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നടത്തുന്നില്ല. കരിങ്കൽ കോറികളെയും ഇടനിലക്കാരെയും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് പുഴയിലെ മണൽ മാറ്റാൻ സർക്കാർ തയ്യാറാകാത്തതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ രോഗികളെ ചികിത്സിച്ച ശേഷം അമിത തുക ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളെ സർക്കാർ കർശനമായി നിലയ്ക്കു നിർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ICUവിൽ കഴിയുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ കൂട്ടിരിപ്പുകാർക്ക് അപ്പപ്പോൾ അറിയാൻ ആശുപത്രികൾ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സംഘാടക സമിതി ജില്ലാ കോർഡിനേറ്റർ KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സെക്രട്ടറി P ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. CCN മലപ്പുറം. ബഡ്സ് ഡേയുടെ ഭാഗമായി നടക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ആഘോഷ പരിപാടികൾ ഒരുക്കിയത്.
വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഏതാനും മാസത്തിനകം അത് പണി പൂർത്തീകരിച്ച് നമുക്ക് ആ കെട്ടിടത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം മാറാനാകും. അതോടൊപ്പം നമ്മുടെ ബഡ്സ് വിദ്യാലയത്തിന് ഒരു വാഹനം ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ ദിവസം വന്ന യോഗത്തിൽ വെച്ചുകൊണ്ടുകൂടി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. വാഹനം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ യാത്രയിൽ സഹകരിച്ചും സ്നേഹിച്ചും പിന്തുണച്ചു നിൽക്കുന്നവരോടെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK ലിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ C ഓമന സ്വാഗതം പറഞ്ഞു. K ശാലിനി, ഗിരിജ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് NSS കോർഡിനേറ്റർ സവ്യൻ PV, കോളേജ് അധ്യാപകരായ അമൽദേവ്, അബൂബക്കർ, പ്രീതി, സ്മിത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ T സൗമ്യ, ബഡ്സ് അധ്യാപിക G രമ്യ, PTA പ്രസിഡന്റ് KK ഷീജ, C ഹരിദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി MS നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. CCN കടമ്പഴിപ്പുറം. അറേബ്യൻ രുചിഭേദങ്ങളുടെ കലവറ തീർത്ത് കടമ്പഴിപ്പുറത്ത് നെഹാരി മന്തി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കടമ്പഴിപ്പുറം ജുമാ മസ്ജിദിന് സമീപമാണ് പുതിയ റെസ്റ്റോറന്റ് തുറന്നിരിക്കുന്നത്. നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അറേബ്യൻ രുചി വൈവിധ്യങ്ങളുമായി കടമ്പഴിപ്പുറത്ത് നെഹാരി മന്തി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കടമ്പഴിപ്പുറം ജുമാ മസ്ജിദിന് സമീപമാണ് പുതിയ റെസ്റ്റോറന്റ് തുറന്നിരിക്കുന്നത്. നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് ഫൈസി, മുണ്ടൂർ മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇവർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, മത, വ്യാപാര രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബ്ലാക്ക് ബീഫ് മന്തി, മട്ടൻ മന്തി എന്നിവയ്ക്ക് പുറമെ ജമൈക്കൻ, തുർക്കിഷ്, ഇറാനി, ലബനീസ്, ഗ്രീൻ, പെരി പെരി, ഹണി ചില്ലി തുടങ്ങിയ വ്യത്യസ്ത വെറൈറ്റി അൽഫാമുകളും നഹാരി മന്തിയുടെ പ്രത്യേകതയാണ്. ഉപഭോക്താക്കൾക്കായി ഹോം ഡെലിവറി സൗകര്യവും റെസ്റ്റോറന്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശാലമായ ഡൈനിംഗ് ഏരിയയും ഇവിടെയുണ്ട്. ചെർപ്പുളശ്ശേരിയിലും കോഴിക്കോടും നഹാരി മന്തിയുടെ സഹോദര സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. CCN കടമ്പഴിപ്പുറം. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം E രമേശ് നിർവഹിച്ചു. ഒട്ടി
സ്കൂൾ പ്രധാന അധ്യാപകൻ എം ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ, വി വിദ്യ, TS സഞ്ജീവ് എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരം, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, ആവേശകരമായ ഓണക്കളികൾ എന്നിവ ആഘോഷത്തിന് കൂടുതൽ നിറപ്പകിട്ടേകി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. CCN കടമ്പഴിപ്പുറം. സംസ്ഥാനത്തെ കോഴി വളർത്തൽ മേഖല നേരിടുന്ന നയപരവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും നിവേദനം നൽകി. കോഴിക്കുഞ്ഞുങ്ങൾ, തീറ്റ, മരുന്നുകൾ എന്നിവയുടെ വില കുത്തനെ ഉയർന്നതോടെ ചെറുകിട ഫാമുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും അസോസിയേഷൻ ആരോപിച്ചു. ഗവൺമെന്റ് വൺ ടൈം ടാക്സ് പോലെയുള്ള, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ടാക്സും ലൈസൻസിന്റെയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഒക്കെ ഫീസുകൾ വർദ്ധിപ്പിച്ചതും തന്നെ ഈ കാർഷിക മേഖലക്ക് വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് കോഴി വളർത്തൽ മേഖലയെ കാർഷിക വൃത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു ടാക്സുകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ കൃത്യമായിട്ട് നൽകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആവശ്യപ്പെടാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു പ്രളയ സമയമായതുകൊണ്ട് തന്നെ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ തരത്തിലൊക്കെ നഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാമുകൾ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ ഗവൺമെന്റ് ഒരു സഹായം നൽകാനുള്ള ഒരു സാധ്യതയുമില്ല, കോഴി വളർത്തൽ കൃഷി ഉൾപ്പെടുത്താത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് കേരള പോൾട്രി ഫാം അസോസിയേഷൻ എന്ന കോഴി കർഷകരുടെ സംഘടനയ്ക്ക് പറയാനുള്ളത്, കോഴി വളർത്തൽ മേഖല കാർഷിക മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ബ്രോയിലർ കോഴി വളർത്തൽ മേഖലയിൽ നൽകണം എന്നുള്ളതാണ് കേരള പോൾട്രി ഫാം അസോസിയേഷൻ ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്. CCN മലപ്പുറം. ആലിപ്പറമ്പ് MP കൃഷ്ണദാസ് സ്മാരക പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ നാടുപൊലിക 2026 ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ഉറിയടി, ലെമൺ സ്പൂൺ, കസേരക്കളി, മ്യൂസിക് ബോൾ, ചാക്കിലോട്ടം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം രാംദാസ് മുണ്ടങ്കോടി, സെക്രട്ടറി ഷംസുദ്ദീൻ ആലിപ്പറമ്പ്, കമ്മിറ്റി അംഗങ്ങളായ K മുഹമ്മദ് ഫയാസ്, P മുഹമ്മദ് മുസിൻ, MP ശ്രീജിൽ, P മുഹമ്മദ് ഷംനാഥ്, O അജ്മൽ, MP വിജയലക്ഷ്മി, വസന്തകുമാരി, K സബിത തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാന വിതരണവും തുടർന്ന് പായസ വിതരണവും നടന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി നൽകിയ പദവികളും സൗകര്യങ്ങളും അനുഭവിച്ച് പിന്നീട് പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം VA ഗോകുൽദാസ്. കാഞ്ഞിരപ്പുഴയിൽ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ ഭാരതപ്പുഴയിലെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മണൽത്തിട്ടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ട്രയാങ്കിൾ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ KK നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.